മഴ തോരുമുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ വിശേഷങ്ങളൊക്കെ ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഗംഗേട്ടൻ. അതിനുശേഷം വൈജയന്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. വൈജയന്തി പറയുന്നത് ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ്റെ വാക്കുകളൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ പ്രവൃത്തികളൊന്നും ശരിയല്ല എന്ന് പറയണേ. അപ്പോൾ ആ സമയത്ത് നീ ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ മോൻ ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും നീ മറക്കരുത്, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നത് നമ്മുടെ അമ്മയ്ക്ക് ശരിയാണ്, നിൻ്റെ മക്കൾക്ക് ശരിയാണ്, നീ എല്ലാവരോടും വഴക്കുണ്ടാക്കണം, നീ എല്ലാവരോടും നിൻ്റെ ആധിപത്യം നീ അടിച്ചേൽപ്പിക്കണ്, നീ ജോലിക്കാരനെ വരെ നീ ഭരിക്കണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കണം. അപ്പോൾ വൈജയന്തിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇതെന്ത് കഥ, എൻ്റെ അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളും ഒക്കെ ബാലേന്ദ്രൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെ അല്ല. നിൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ന്യായങ്ങൾ വേണം എന്നൊക്കെ പറയണേ. അതിനുശേഷം ബാലചന്ദ്രൻ്റെ ഡിസ്ചാർജാണ്. അപ്പോൾ ആ സമയത്ത് ബബിത വീട്ടിലേക്ക് വിളിച്ച് വീട്ടിൽ അപ്പുറത്തുനിന്ന് മുത്തശ്ശനോട് ഒന്ന് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്ന് നാളെ ഡിസ്ചാർജ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ മനുവിൻ്റെ വീട്ടിലാണ് നമ്മുടെ മാലതിയും അതുപോലെ തന്നെ ഗംഗേട്ടനും. അപ്പോൾ കമലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ശരിക്കും വൈജയുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവളുടെ പ്രശ്നം ആകെ അലീനയാണ്. അവളവിടെ വന്ന് നിൽക്കണത് ഒട്ടും ഇഷ്ടമില്ല. അച്ഛനാണ് അവളെ അവിടെ പോയി സെലക്ട് ചെയ്തത്. അച്ഛനെ കാണാൻ ഇവിടെ പ്രിജിത്താമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിരുന്നു. അതിനുശേഷമാണ് അച്ഛൻ ആരോടും പറയാണ്ട് മനുവിനെയും കൂട്ടി അങ്ങോട്ട് പോയത്. അതിനുശേഷമാണ് അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടായതും മരണത്തിലേക്ക് പോയതും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയാണ് അതിൻ്റെ കാരണക്കാരി എന്ന് പറഞ്ഞപ്പോൾ എന്നല്ല, പക്ഷെ അവളെ കൊണ്ടുവന്നതിന് ശേഷമാണ് വൈജയന്തിൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുള്ളതെന്ന് പറയണേ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ബാലചന്ദ്രനോട് ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യങ്ങളും ചെയ്യരുത്, പറയരുത്, പ്രവർത്തിക്കരുത്, ഒന്നും ആലോചിക്കേണ്ട, അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തൽക്കാലം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി ബാലചന്ദ്രൻ ഇങ്ങനെ പുച്ഛത്തോടെ ഒരു ചിരി ചിരിക്കുന്നതോടെയാണ് പ്രമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.